പാലക്കാട് മണ്ഡലത്തിലെ 4/1 വോട്ടുകൾ ഇരട്ട വോട്ടുകളാണെന്ന് BJP. തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ഇരട്ട വോട്ടുകൾ. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കള്ളവോട്ടിനുള്ള നീക്കമെന്നും ആരോപണം. ഇരട്ട വോട്ടുകൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതിയെയും സമീപിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, പാലക്കാട് മണ്ഡലത്തിൽ സർവത്ര ഈ വോട്ടർ പട്ടികയിൽ വീഴ്ച ഉണ്ട് എന്നുള്ളതാണ് BJP ആരോപണമായി ഉന്നയിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ 4/1 വോട്ടുകൾ ഇരട്ട വോട്ടുകളാണെന്നുള്ളതാണ് BJPയുടെ ആരോപണം. 13,98,163 വോട്ടർമാരാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 3,26,151 വോട്ടർമാർക്ക് ഇരട്ട വോട്ടുകളാണ്. ഏറ്റവും കൂടുതൽ വ്യാജ വോട്ടുകൾ പട്ടാമ്പിയിലാണെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ഈ ഇരട്ട വോട്ടുകൾ എന്നുള്ളതുമാണ് BJP പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കള്ളവോട്ടിനുള്ള നീക്കം നടക്കുന്നത് എന്നുള്ള ആരോപണവുമുണ്ട്. ഈ ഇരട്ട വോട്ടുകൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ കോടതിക്കും സമീപിക്കുമെന്നും പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ പറയുന്നുണ്ട്. ഏതായാലും BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി ഉൾപ്പെടെ കൃത്യമായ വിവരങ്ങൾ, വോട്ടർ പട്ടിക ഇതെല്ലാം പരിശോധിച്ച് നോക്കിയതിന് ശേഷമാണ് ഇത്രയേറെ ഇരട്ട വോട്ടുകൾ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 13,98,000 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ അതിൽ തന്നെ 3,26,151 വോട്ടുകൾ ഇരട്ട വോട്ടുകളാണ് എന്നുള്ളതാണ്. ഇത് ബോധപൂർവം തിരികെ കയറ്റിയതാണ്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയും കള്ളവോട്ട് നടത്തുന്നതിനൊക്കെ വേണ്ടി ഉള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകൾ എന്നുള്ളൊരു ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുമാണ് BJPയുടെ തീരുമാനം.